സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായതോടെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. പച്ചക്കറിയുടെയും പലവ്യഞ്ജന സാധനങ്ങളുടെയും വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും വില വർദ്ധിച്ചു. തൊട്ടാൽ പൊള്ളുന്ന ഈ വിലക്കയറ്റ കാലത്ത് വിപണിയിൽ ഇടപെടേണ്ട സർക്കാർ അത് ചെയ്യുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ വറുതിയും ഭക്ഷ്യവകുപ്പിന്റെ നിസ്സംഗതയുമാണ്. ഇന്നലെയും സംസ്ഥാനത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഔട്ട്ലെറ്റുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാണ്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ജനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലേക്ക് പോവുകയാണ്. ഇന്ന് ന്യൂസ് ഡെസ്ക് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മന്ത്രിയാണോ അതോ മാധ്യമങ്ങളാണോ കള്ളം പറയുന്നത് എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ആദ്യം ആജ്ഞ രവീന്ദ്രൻ ആണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ആജ്ഞ, സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്നത് തന്നെയാണ് പൊതുവിപണിയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏത് നിലയിലാണ് ഇത് ജനജീവിതത്തെ വലയ്ക്കുന്നത്? എല്ലാ തരത്തിലും, കാരണം പച്ചക്കറിക്ക് വില കൂടുതലാണ്, പഴവർഗ്ഗങ്ങൾക്ക് വില കൂടുതലാണ്, ഇറച്ചി മത്സ്യം ഇതിനെല്ലാം വില കൂടുതലാണെന്നുള്ള സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരന്റെ ബജറ്റിനെ അങ്ങേയറ്റം താളം തെറ്റിക്കുന്ന ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇവിടെ, നമ്മളിപ്പോൾ കലൂർ മാർക്കറ്റിലാണുള്ളത്. ഇവിടെ നമുക്ക് തന്നെ ഇവരോടൊക്കെ തന്നെ ചോദിക്കാം, വിലക്കയറ്റം എത്രത്തോളം വ്യാപാരികളെയും അതുപോലെ സാധാരണക്കാരെയും ബാധിക്കുന്നുണ്ട് എന്ന് ചോദിക്കാം. അങ്ങനെ വിലക്കയറ്റമാണ് സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു മാറ്റി തോന്നുന്നു. പിന്നെ അല്ലേ, അതെ, കച്ചവടം കുറവാണ്, സാധനങ്ങൾ വില കൂടുതലാണ്. അതാണ് അഭിലാഷ് സാഹചര്യം. കാരണം സാധനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആളുകൾക്കത് വാങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയും നമ്മുടെ വരുമാനം കൂടുന്നില്ല. അതിനനുസരിച്ചിട്ടാണ് ചെലവുകളും, വരുമാനം കൂടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെലവ് കൂടുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ സാധാരണക്കാരനെ കണ്ടമാനം വലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വിലക്കയറ്റമാണ്, എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നും പറയാൻ വില കൂടിയതിനെ പറ്റി ഒന്നും പറയാനില്ല. നഷ്ടമാണ്. ചേട്ടാ, വില കൂടുതലാണ് സാധനങ്ങൾക്കൊക്കെ വില കൂടുതലാണ്. ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ദിവസങ്ങളിലും പ്രതി വില കൂടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക്. മോനെ, പച്ചക്കറിക്കാർക്കും മീറ്റിനും എല്ലാത്തിനും വില കൂടുതലാണ്. ഇപ്പൊ ട്രോളിംഗ് നിരോധനമായത് കാരണം മീറ്റിനൊക്കെ ഭയങ്കര എന്താണല്ലോ. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അങ്ങനെയായിരുന്നു. ഡെയിലിയുടെ ബജറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പം സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇപ്പം എന്താ ചെയ്യുന്നത്? അതാണ് അഭിലാഷ് സാഹചര്യം. കാരണം ഇവിടെ ഒരു ഇതനുസരിച്ചിട്ട് കൂടുതൽ ആളുകളും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും അത്തരത്തിൽ, അതായത് ആളുകൾ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ബജറ്റ് കമ്മിയാക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി